ഹായ്, ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ കാണുന്ന 4 തരം ഫ്ലവേഴ്സിനെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. ബുദ്ധിമുട്ടുള്ളതൊന്നല്ല, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ ഫ്ലവേഴ്സ്. കേരള മ്യൂറൽ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ലേൺ മ്യൂറൽസ് എന്ന ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫ്ലവർ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ചെറിയൊരു സർക്കിളാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ സർക്കിളിന് ചുറ്റുമായിട്ട് നമുക്കൊരു 3 സർക്കിളും കൂടെ വേണം. ഈ സർക്കിൾ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെ ഈ ഒരു ഭാഗം അടുത്തിട്ടും ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ വിട്ട് കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ അത് വരയ്ക്കണം. ഇനി നമുക്ക് ഇത് പെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഈ പെറ്റൽസിനെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സെൻറ്ററിലുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കൊടുക്കാം. ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തേക്കൊക്കെ വന്ന 19-ാം നൂറ്റാണ്ട് മുതൽ വന്ന ചിത്രങ്ങളിലാണ് ഈ ഒരു രീതിയിലുള്ള ഫ്ലവേഴ്സിനെ കാണാറുള്ളത്. ഈ ഫ്ലവർ സാധാരണ നമ്മൾ കാണുന്ന പോലെ ചെവിപ്പൂവായിട്ടും അതുപോലെ ഹാരം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ടും കാണാറുണ്ട്. ഇനി നമുക്ക് ഔട്ടറിലുള്ള ലെയർ കംപ്ലീറ്റ് ചെയ്യാം. കോട്ടയ്ക്കൽ ചിത്രങ്ങളിലൊക്കെ സാധാരണ കാണാറുള്ള ഫ്ലവറാണിത്. ഇനി ഇതെങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ പൂവ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള കളേഴ്സ് സ്കാർലറ്റ് ലേക്കും ബേൺ സിയനയും യെല്ലോ ഓക്കറുമാണ്. ആദ്യം നമുക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. ഔട്ട്ലൈൻ ചെയ്യുന്നത് സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സിയനയുടെയും 1:1 എന്നുള്ള മിക്സിലുള്ള കളറാണ്. അതേ കളർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഷെയ്ഡ് ചെയ്യാനും എടുക്കുന്നത്. പിന്നെ യെല്ലോ ഓക്കറാണ് അതിനൊരു ബേസ് കോട്ടായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. യെല്ലോ വാഷാണ് ഇനി അടുത്തായിട്ട് ചെയ്യുന്നത്. യെല്ലോ വാഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിൻ്റെ ഷെയ്ഡിങ് ആണ് ചെയ്യാനുള്ളത്.
ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ്. ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ അക്രിലിക് ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. പോയിൻറ്റഡ് 000 ബ്രഷ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ വരയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കാനുള്ളത് ഒരു താമരപ്പൂവാണ്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ മ്യൂറൽ പെയിൻറ്റിംഗ് ഓൺ പോട്ട് എന്നുള്ള വീഡിയോയിൽ ഒരു താമരപ്പൂ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിരിയാറായി നിൽക്കുന്ന ഒരു മൊട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം. ആദ്യത്തെ ഫ്ലവർ വരയ്ക്കാനെടുത്ത അതേ മിക്സ് തന്നെയാണ് നമ്മൾ ഔട്ട്ലൈന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ വാഷ് ചെയ്യാം. ഇനി അടുത്ത് യെല്ലോ വാഷിന് വേണ്ടി ഞാൻ ഇവിടെ യെല്ലോ ഓക്കറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യെല്ലോ വാഷ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ് കൊടുക്കാനുള്ളത്.
ഇപ്പോൾ നമ്മൾ ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള 2 ഫ്ലവറും കൂടെ വരച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് കാണാൻ മറക്കരുത്.